നമ്മളെ മൃത്യു കണ്ടിട്ടേ തൊടുള്ളൂ. ഞാൻ ആദ്യം മരിക്കും. എന്റെ മൃത്യുവായിരിക്കും നിങ്ങളെല്ലാം കാണാൻ പോണത്. സമാധാനം നിങ്ങളെല്ലാം പഠിച്ചിട്ട് ആദ്യം ഈ മുസ്ലിം തീവ്രവാദികളാണ് സത്യ തീവ്രവാദികളാണ്. അവരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലുണ്ടാക്കുന്നത്. അല്ല, ഞങ്ങൾ വിചാരിച്ചാൽ ആൾ കൂടും പെട്ടെന്ന്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ആക്ഷനിലേക്ക് സാർ പോകരുത്. പോയാൽ ഇവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും. എല്ലാ ചടങ്ങുകളും നടത്തി ഭസ്മം ഇട്ട ഒരു പ്രതിഷ്ഠ നടത്തിയിരിക്കും പോലെ നടത്തിയിരിക്കുകയാണ് അവരുടെ വിശ്വാസത്തിൽ. ആ വിശ്വാസത്തിന് ഹാനികരമായിട്ട് കുത്തിപ്പൊളിക്കരുത്. വക്കീൽ വന്നു നിന്നുകൊണ്ട് പച്ചയ്ക്ക് വർഗീയത പറയുകയാണ്. ഇവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും സഹോദരങ്ങളെ പോലെ ജീവിക്കുന്നവരാണ്. ഇവിടെ ഒരു പ്രശ്നവുമില്ല. എന്നയാളുടെ മരണത്തിൽ അടിമുടി ദുരൂഹതയാണ്. സമാധിയായെന്ന് അവകാശപ്പെട്ട് സ്വാമിയുടെ മൃതദേഹം മക്കൾ രഹസ്യമായി സംസ്കരിച്ചു. വിവരം പുറത്തറിഞ്ഞതോടെ ദുരൂഹതയാരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തി. അയൽവാസിയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് കല്ലറ പൊളിച്ച് മൃതദേഹം പരിശോധിക്കാൻ കളക്ടറുടെ അനുമതി തേടി. അനുമതി കിട്ടിയതോടെ പോലീസ് സംഘം ഇന്ന് സ്ഥലത്തെത്തിയപ്പോഴാണ് ഈ പ്രതിരോധമുണ്ടായത്. ഈ താമൊഴി അവിടെ എല്ലാ സമാധിയെല്ലാം കണ്ടും സമാധി ഇരുത്തിയിട്ടുള്ള ആൾക്കാരാണ് എൻ്റെ അച്ഛൻ. അപ്പം ഈ മറേ പാടുള്ളൂ. തൻ്റെ ഒരു പ്രിയ ശിഷ്യനെ മാത്രം നിർത്തിയാണ് സമാധിയുടെ ചടങ്ങുകൾ നടത്തിയത്. അപ്പോൾ ഈ സമാധി എന്ന് പറഞ്ഞാൽ അതാണ് ജീവൽ സമാധി. ബാക്കിയുള്ള നമ്മൾ ഒരാളെ മരിച്ചു പോയി കൊണ്ടിരുത്തിയിട്ട് സമാധി ചടങ്ങുകൾ ചെയ്ത് കഴിഞ്ഞാൽ ആക്കുവേണോ കാണാൻ തുടങ്ങാൻ എന്ത് വേണോ ചെയ്യാൻ പറ്റും. പട്ടാപ്പകൽ ഇതുപോലൊരു തുറന്ന സ്ഥലത്ത് നടന്ന ഈ കാര്യങ്ങളൊന്നും നാട്ടുകാരോ അയൽവാസികളോ ആരും കണ്ടവരില്ല. അത് തന്നെയാണ് ദുരൂഹത ആരോപിക്കുന്നതിൻ്റെ കാരണവും. ദുരൂഹത നിറഞ്ഞു നിൽക്കുകയാണ് ഇതിൽ. ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം. ആ വീട്ടിൽ നിന്ന് ദുരൂഹതപ്പെട്ട ഒരു സംഭവം മാറിയിരിക്കുകയാണ്. കാരണം രണ്ട് രീതിക്കാണ് അവർ മൊഴി കൊടുത്തത്. ഒരാൾ പറയുകയാണ് കഞ്ഞിയും കുടിച്ച് ഷുഗറിന്റെ ഗുളികയും കഴിച്ചിട്ട് നടന്നുപോയി അവിടെ ഇരിക്കും. ഒരാൾ നടന്നുപോയി ജീവനോടെ പോയി ഇരുന്നാൽ അത് മൂടുന്നത് തെറ്റോ ശരിയോ അത് മാത്രം നമ്മൾ അന്വേഷിച്ചാൽ മതി. നടന്നുപോയിട്ട് അവിടെ പോയി ഒരാളെ മരണം, എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ ഒരാളെ മരണം നിശ്ചയിക്കാൻ പറ്റും ഒരാൾക്ക്. എൻ്റെ മരണം എനിക്ക് നിശ്ചയിക്കാൻ പറ്റും എപ്പോഴാണെന്നുള്ളത്. പിന്നെ നടന്നു പോയി അവിടെ പോയി ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്ലാബ് ഇട്ട് മുഴുവൻ കൊലപാതകമാണ്. അതാണ് എൻ്റെ സത്യം. കൃത്യമായിട്ട് തുറന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ സംശയം എന്ന് വെച്ചാൽ ഇതിനകത്ത് ആളുണ്ടോ ഇല്ലയോ അതാണ് നമ്മുടെ സംശയം. മിസ്സിംഗ് ആണ്. ഇനി വേറെ എന്തെങ്കിലും ആൾ മിസ്സിംഗ്. 3 ദിവസം കൊണ്ട് ആൾ മിസ്സിംഗ്. ഭാര്യയും പറഞ്ഞു മോനും പറഞ്ഞു കണ്ണു കണ്ടോടെ അച്ഛൻ വെളിയിറങ്ങാൻ പറ്റില്ല എന്ന്. അയാൾ എങ്ങനെ നടന്നു വന്നു ഇവിടെ എന്നാൽ എനിക്ക് സംശയമുണ്ട്. സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് അച്ഛൻ ഇവിടെ നിന്ന് അവിടെ പോയി സമാധി ആവണമെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു കുറച്ചു കാലമായി സുഖമില്ലാത്ത അവസ്ഥയിലായിരുന്നു. വലുതായിട്ട് പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ല. എങ്കിലും ഇതുവഴിയൊക്കെ നടക്കും. അപ്പോൾ നടന്നുപോയി ആ സ്ഥലത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് സമാധി ആയതിനു ശേഷം അതിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി വീട്ടിലേക്ക് കൊണ്ടുവന്നു. നമ്മളെ മൃത്യു കണ്ടിട്ടേ തൊടുള്ളൂ. ഞാൻ ആദ്യം മരിക്കും. എന്റെ മൃത്യുവായിരിക്കും നിങ്ങളെല്ലാം കാണാൻ പോണത്. നിങ്ങളെല്ലാം പഠിച്ചിട്ട് ആദ്യം ഈ മുസ്ലിം തീവ്രവാദികളാണ് സത്യ തീവ്രവാദികളാണ്. അവരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലുണ്ടാക്കുന്നത്. എന്റെ പ്രാണനെ ഹത്യ ചെയ്തിട്ട് നാട്ടുകാരെ വാക്യം കേട്ടുകൊണ്ട് ആരും ഇങ്ങോട്ട് വരണ്ട. എനിക്കൊന്ന് പറയണമെന്ന് മനസ്സിലാക്കണം. ഞങ്ങളൊന്ന് പറയണം മനസ്സിലാക്കണം. മുസ്ലിം തീവ്രവാദികളാണ് ഇതിലുള്ള ഏറ്റവും കൂടുതൽ. മുസ്ലിം ഞാൻ പറയുന്നത് കല്ലറ പൊളിക്കാൻ പോലീസ് എത്തിയതോടെ കല്ലറയ്ക്ക് മുന്നിൽ ഗോപൻ സ്വാമിയുടെ ഭാര്യയും ബന്ധുക്കളും കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പോലീസ് നടപടി ഏകപക്ഷീയമാണെന്നായിരുന്നു കുടുംബത്തിന്റെ നിലപാട്. അല്ല, ഞങ്ങൾ വിചാരിച്ചാൽ ആൾ കൂടും പെട്ടെന്ന്. സാർ വീണ്ടും കുഴഞ്ഞ് സംസാരിക്കില്ല. എടുക്കണം. ആ പാവപ്പെട്ട സ്ത്രീക്ക് ഒരു നോട്ടീസ് കൊടുക്കിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥരും RDOയോടും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വർഷങ്ങൾ കൊണ്ട് സംഘർഷമുള്ള ഒരു സ്ഥലമാണ്. ഇദ്ദേഹം തന്നെ ഈ സ്വാമി തന്നെ 28 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് 30 വർഷം മുമ്പേ. അപ്പം അതൊക്കെ നിങ്ങൾ സമാധാനത്തിലൂടെ ഇരുഭാഗത്തിനെ യോജിപ്പിച്ച് കൊണ്ടുവന്ന് ഒരു ഭാഗം ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെടാതെ വന്നാൽ അത് അച്ഛനും അമ്മയ്ക്കും ആർക്കും തടസ്സമില്ല എന്നും പറഞ്ഞ് മാൻ മിക്സിങ് ഗ്യാസ് ഉണ്ടെന്ന് പറയുന്നത്. അതിന് സമയം കൊടുത്തുകൂടെ? ഇത് അടി കൊടുത്തോണ്ട് പോയില്ല. സുമാരക്കുറുപ്പിനെ ഇതുവരെ പിടിച്ചില്ല. മാൻ മിസ്സിങ് അല്ലേ ഇത്? ഇതിനകത്തിരിക്കുകയല്ലേ. 5 പോലീസ് കാവലിട്ടിട്ട് അവർക്ക് സ്വല്പ സമയം കൊടുത്തിട്ട് കോടതി പോട്ടവർ
കേവലം പോലീസ് റിപ്പോർട്ടിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ് RDO പെരുമാറുന്നത്. അതിലാണ് നമുക്ക് വലിയൊരു എതിർപ്പുള്ളത്. RDO പെരുമാറുന്ന അദ്ദേഹം ഒരു മജിസ്റ്റീരിയൽ പവറുള്ള വ്യക്തിയാണ്. അദ്ദേഹം കുടുംബത്തെയും കൂടെ കേൾക്കാൻ RDO തയ്യാറാവണം. അദ്ദേഹം കുടുംബത്തെ കേൾക്കാൻ വേണ്ടി RDO തയ്യാറാവുന്നില്ല. പോലീസിന്റെ കേവലം CRPCയുടെ മാത്രം അടിസ്ഥാനത്തിൽ പോലീസ് പെരുമാറും. ഓക്കെ, പക്ഷേ RDO പെരുമാറേണ്ടത്, ബഹുമാനപ്പെട്ട RDO പെരുമാറേണ്ടത് അങ്ങനെയല്ല. അദ്ദേഹം ഈ കുടുംബത്തിന്റെ കൺസേൺ കൂടെ കേൾക്കണം. അദ്ദേഹത്തിന്റെ മകൻ രാവിലെയും വൈകുന്നേരവും പൂജ നടത്തുന്ന സ്ഥലമാണ്. ഏതെങ്കിലും ഒരു ദുരൂഹ മരണം നടത്തി കുഴിച്ചിട്ട ഒരു ലാഘവത്തിൽ ഈ ഒരു സമാധി സ്ഥലത്തെ കണ്ടുകൂടാ. അവരിതിനെ പൂജയായിട്ട് നടത്തുന്നതാണ്. അപ്പോൾ ഇന്ത്യ ഒട്ടുക്കും കേരള ഒട്ടുക്കും ഇതുപോലെ ഒട്ടനവധി സമാധികളുണ്ട്. ഇതാണ് ഗോപൻ സ്വാമിയുടെ സമാധി മണ്ഡപം. ഇതാണ് വിവാദത്തിൻ്റെ കേന്ദ്രം. ഈ ഗോപൻ സമാധിയായി എന്നുള്ള ഒരു പോസ്റ്റർ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. അതോടെയാണ് വിവാദവും തുടങ്ങിയത്. പിന്നീട് ബന്ധുക്കളും പറഞ്ഞത് തൻ്റെ അച്ഛൻ സമാധിയായ ഈ കല്ലറയാണിത്, ദിവസവും പൂജ ചെയ്യുന്നു എന്നുള്ളതടക്കമുള്ളത് ബന്ധുക്കൾ, പ്രത്യേകിച്ചും മക്കളും ഭാര്യയും പറയുകയുമുണ്ടായി. ഇതിന് പിന്നാലെയാണ് ഒരു മാൻ മിസ്സിംഗ് കേസ് സ്റ്റേഷനിൽ എത്തുന്നത്. ഈ ആളിനെ കാണാതായ സംഭവത്തിൽ അല്ലെങ്കിൽ ആ പരാതിയിൽ ഒരു FIR രജിസ്റ്റർ ചെയ്തു. ഈ FIR രജിസ്റ്റർ ചെയ്തതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ കല്ലറ പൊളിച്ച് ഇത് പരിശോധിക്കാനായി പോലീസും ജില്ലാ ഭരണകൂടവും തീരുമാനിച്ചത്. ഇന്ന് രാവിലെ പൊളിക്കാനായി സബ് കളക്ടർ അടക്കമുള്ളവർ ഇവിടെ എത്തി. നെയ്യാറ്റിൻകര പോലീസും എത്തി. പിന്നീട് ജില്ലാ കളക്ടർ ഇത് പൊളിച്ച് ഇത് പരിശോധിക്കാനായി, പോലീസിന് പരിശോധിക്കാനായുള്ള പ്രത്യേക ഉത്തരവും പുറത്തിറക്കി. ഈ പുറത്തിറക്കിയതിന് പിന്നാലെയാണ് വലിയ നാടകീയ സംഭവങ്ങളും പ്രതിഷേധങ്ങളുമൊക്കെ വന്നത്. സ്വന്തം അച്ഛന് ശ്വാസം കിട്ടാതെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് പെടയുമ്പോൾ മക്കൾ ഇവിടെ കിടന്ന് അതിന് ഇവരൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? പൊട്ടന്മാരെന്ന് പറയുന്നില്ല. ഇതിന് സർക്കാർ കറക്റ്റ് നടപടി എടുക്കണം. കാരണം എന്താ വെച്ചാൽ ഇതിനൊക്കെ പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ പിറ്റേന്ന് എല്ലാ മക്കളും ഇതനുകരിക്കും. കാരണം എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ അധികം വരുന്ന കുറേ ക്രിമിനൽ മൈൻഡാണ്. ആ കുഞ്ഞുങ്ങൾക്കൊക്കെ തോന്നുക ഒരു വിധം പ്രായമായി കഴിഞ്ഞാൽ ഇവരൊക്കെ ബാധ്യത ആവും തുടങ്ങി. എന്തിനു പറഞ്ഞ് വൃദ്ധസദനങ്ങൾ തന്നെ ഒരുപാടുണ്ട്. അതന്നെ അറിയാം, മക്കൾക്ക് നോക്കാൻ കഴിയാഞ്ഞിട്ടാണ് അച്ഛനും അമ്മയെ കൊണ്ടിടുന്നത്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇതുപോലൊക്കെ ഓരോന്ന് പ്രോത്സാഹനം കൊടുത്തു കഴിഞ്ഞാൽ അച്ഛൻ്റെ സമാധി, അങ്ങനത്തെ സമാധി, ഇങ്ങനത്തെ സമാധി എന്നും പറഞ്ഞിട്ട് ഒരു കുഴിയിലിട്ട് മൂടി അതൊന്ന് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ബിസിനസ്സുമാണ്, അച്ഛൻ്റെ ശല്യവും തീർന്നു. ദയവ് ചെയ്ത് ഇതിനൊന്നും ഒരു കാരണവശാലും കൂട്ടു നിന്ന് കൊടുക്കരുത്. ഒരു മനുഷ്യനാണ്, അത് ഏത് ജാതി ഏത് മതം എന്തോ ആയിക്കോട്ടെ. ഇതിലിവർ പറയുന്നത് മുസ്ലിം തീവ്രവാദികൾ അങ്ങനെയാണ്. ഇത് ഏതാ രാജ്യം? ഇത് ഏതാ നൂറ്റാണ്ട്? എന്ത് ഹിന്ദു, എന്ത് മുസ്ലിം, എന്ത് ക്രിസ്ത്യൻ, എല്ലാവരും ഒന്നായിട്ട് കാണുന്ന രാജ്യം, എല്ലാവരും ഒരുപോലെ. ഇവിടെ എന്ത് തീവ്രത, എന്ത് തീവ്രവാദി, ആര്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാളെ കഷ്ടപ്പാടിന് വേണ്ടി മറ്റൊരാൾ സംസാരിക്കാൻ വരില്ല. എന്താ ഇതൊക്കെ? ഇതിനൊന്നും ഒരു കാരണവശാലും ഒരു ഇതും കൊടുക്കാണ്ട് തക്ക ശിക്ഷ തന്നെ കൊടുക്കണം. ഒരു മനുഷ്യനെ കൊല്ലുന്നതിലും വലിയ പാപമാണ് ജീവനോട് കൂടി കുഴിച്ചു മൂടുക എന്ന് പറഞ്ഞത്. അത് മനുഷ്യന് മാത്രമല്ല, ഒരു മൃഗങ്ങളതിലായിക്കോട്ടെ, ഒരു പ്രാണികളതിലായിക്കോട്ടെ, ജീവൻ പോവാണ്ട് ഒരു പ്രാണീനെ പിടിച്ചിട്ട് അതിന് ജീവൻ കളയാണ്ട് അതിനൊരു ഡെപ്പിയിലിട്ട് പൂട്ടി വെച്ചിട്ട് അത് കണ്ട് രസിക്കുക, ഇതൊക്കെ ക്രൂര വിനോദമാണ്. ഇതൊക്കെ ക്രൂരതയാണ്, ഏറ്റവും വലിയ ക്രൂരതയാണ്. ഇതിനൊന്നും ഒരു കാരണവശാലും ഒരു കൂട്ടം നിന്ന് കൊടുക്കരുത്. ഇതൊക്കെ അവർക്ക് നാളെ പിറ്റേന്ന് അവിടെ ക്ഷേത്രം വെച്ച് കേട്ടാണ്. അവരെന്നെ പറയുന്നുണ്ട്, മകൻ തന്നെ പറയുന്നുണ്ട്, ഇനി എനിക്ക് എൻ്റെ അച്ഛനെ അച്ഛാന്ന് വിളിക്കാൻ പറ്റില്ല, സ്വാമിയാണ് അത്. ഇനി അവിടെ ഒരു വേറെതായി വരും. അവരെ ബിസിനസ് അവിടെ കെട്ടിപ്പോക്കുകയാണ്. ഇനിയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു കാരണവശാലും ഇതൊരു പ്രോത്സാഹനമായി കൊടുക്കരുത്. തക്ക ശിക്ഷ കൊടുത്ത് ഇനി ഒരാളും ഇത് ചെയ്യാൻ മൈൻഡിൽ അങ്ങനെ ഒരു സെറ്റ് വരുമ്പോഴേക്കും പേടിപ്പെടുത്തുന്ന ഒരു ശിക്ഷ തന്നെ നിയമം കൊടുത്തേ പറ്റുള്ളൂ. അത് എല്ലാവർക്കും, ആ കുടുംബം മൊത്തം. ആ ഒരു മനുഷ്യന് 78 വയസ്സുള്ള ആ മനുഷ്യന് ചിലർ പറയുന്ന കണ്ണ് കാണുന്നില്ല, നടക്കാൻ കഴിയുന്നില്ല. അവർക്ക് നോക്കാൻ ബാധ്യത ആയപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ കുഴിച്ച് ജീവനോട് കൂടി മൂടിയ, എന്നിട്ട് അത് അവർ ബിസിനസ്സാക്കി വളർത്തുക. എന്നിട്ട് അവരതിന് ഒരു പുരാതന സംഭവം പറയുകയും ചെയ്യുക. ഇതൊക്കെ പറഞ്ഞ്
ഇതൊക്കെ കേട്ട് കുറേ ആൾക്കാർ പിന്താങ്ങാനും ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇത് അവർ മുന്നേ പ്ലാൻ ചെയ്തിട്ടുള്ള സംഭവമായിരിക്കാം. എന്തായാലും ഇതിനൊരിക്കലും